morning. Today we are going to discuss water supply arrangements in buildings. ബിൽഡിങ്സിലെ വാട്ടർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. We have to study some terms connected to water supply arrangements in buildings. Residual head or available head, plumbing system, water main, service pipe, communication pipe, supply pipe, distribution pipe, and finally air gap. Residual head or available head. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രഷർ ഹെഡിനെ പറയുന്ന പേരാണ് റെസിഡ്വൽ ഹെഡ് ഓർ അവൈലബിൾ ഹെഡ്. പ്ലംബിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ദി സിസ്റ്റം ഓഫ് പൈപ്പ് ഫിക്സ്ചേഴ്സ്, അപ്ലയൻസസ് ഫോർ പ്രൊവൈഡിംഗ് വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ടു എ ബിൽഡിംഗ് ഓർ ഇറ്റ്സ് പ്രമിസസ്. പൈപ്പ് ഫിക്സ്ചേഴ്സിൻ്റെ അപ്ലയൻസസിൻ്റെ എല്ലാം ഒരു സിസ്റ്റമാണ് പ്ലംബിംഗ് സിസ്റ്റം. വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിനും ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയാണ് പ്ലംബിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. വാട്ടർ മെയിൻ. ദിസ് ഈസ് ഓൾസോ കോൾഡ് സ്ട്രീറ്റ് മെയിൻ. വാട്ടർ മെയിൻ സ്ട്രീറ്റ് മെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ WM ആണ്. A water supply pipe for public or community use and maintained by local or administrative authority. പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി യൂസിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ പൈപ്പ്, വാട്ടർ സപ്ലൈ പൈപ്പാണ് വാട്ടർ മെയിന്. ഇതിന് ലോക്കലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവോ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത്. സർവീസ് പൈപ്പ്. Any pipe used for conveying water from a water main to any building or premises and is subjected to water pressure from the water main. വാട്ടർ മെയിനിൽ നിന്ന് വെള്ളം ഒരു ബിൽഡിങ്ങിലോട്ട് അല്ലെങ്കിൽ മറ്റു പ്രമിസസിലോട്ട് കൺവേ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ് സർവീസ് പൈപ്പ്. വാട്ടർ മെയിനിൽ നിന്നും വെള്ളം കളക്ട് ചെയ്താണ് സർവീസ് പൈപ്പിലൂടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടറിന് പ്രഷർ ഉണ്ടായിരിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ പൈപ്പ്. ദി പാർട്ട് ഓഫ് ദി സർവീസ് പൈപ്പ് എക്സ്റ്റെൻഡിങ് ഫ്രം വാട്ടർ മെയിൻ അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് ദി സ്റ്റോപ്പ് കോക്ക് വിച്ച് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് അതോറിറ്റി. സർവീസ് പൈപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ പൈപ്പ്. ഇവിടെ ഒരു സ്റ്റോപ്പ് കോക്ക് ഉണ്ടായിരിക്കും. സ്റ്റോപ്പ് കോക്ക് മീൻസ് ഒരു കൺട്രോൾ വാൾവാണ്. ഈ കൺട്രോൾ വാൾവ് ഒരു അതോറിറ്റിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സപ്ലൈ പൈപ്പ്. ദി പൈപ്പ് വിച്ച് എക്സ്റ്റെൻഡ്സ് ഫ്രം ദി സ്റ്റോപ്പ് കോക്ക് അപ് ടു ദി എൻട്രൻസ് ഓഫ് സ്റ്റോറേജ് ടാങ്ക് ആൻഡ് സബ്ജക്റ്റഡ് ടു വാട്ടർ പ്രഷർ ഫ്രം ദി വാട്ടർ മെയിൻ. സ്റ്റോപ്പ് കോക്കിൽ നിന്ന് സ്റ്റോറേജ് ടാങ്കിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് സപ്ലൈ പൈപ്പ്. ഈ ഒരു സപ്ലൈ പൈപ്പിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിന് വാട്ടർ മെയിനിൽ നിന്നുള്ള പ്രഷർ ഉണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്. It is the pipe connecting the storage tank to the various sanitary fixtures, taps, etc. for the purpose of distribution of water inside the building. സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള സാനിറ്ററി ഫിക്സ്ചേഴ്സിലോട്ട് അതുപോലെ ടാപ്സിലോട്ടൊക്കെ വെള്ളം കൊണ്ടുപോകുന്നതിന് യൂസ് ചെയ്യുന്ന പൈപ്പ്സ് ആണ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്സ്. എയർ ഗ്യാപ്പ്. It is necessary to maintain sufficient air gap to avoid any contamination. വാട്ടർ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എയർ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡക്വേറ്റ് ആയിട്ടുള്ള എയർ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ വാട്ടറിൻ്റെ ബാക്ക് ഫ്ലോ നമുക്ക് കുറക്കാൻ കഴിയും. നെക്സ്റ്റ്, ജനറൽ ലേ ഔട്ട് ഓഫ് വാട്ടർ സപ്ലൈ അറേഞ്ച്മെൻറ്റ് ഫോർ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്സ്. ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ വാട്ടർ സപ്ലൈ അറേഞ്ച്മെൻറ്റ് ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. WM എന്ന് പറയുന്നത് വാട്ടർ മെയിൻ ആണ്. SC എന്ന് പറയുന്നത് സ്റ്റോപ്പ് കോക്ക് ആണ്. WB കാണിച്ചിട്ടുള്ളത് വാഷ് ബേസിൻ ആണ്. SP സർവീസ് പൈപ്പാണ്. ക്യാപിറ്റൽ ലെറ്റർ S എന്ന് കാണിച്ചിട്ടുള്ളത് സിങ്ക് ആണ്. CP എന്ന് കാണിച്ചിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ പൈപ്പാണ്. SH കാണിച്ചിട്ടുള്ളത് ഷവർ, വാട്ടർ ഷവർ ആണ്. F ഫെറൂള്, T ടാപ്പ്, D1
D1 D2 നമ്മുടെ ബിൽഡിങ്ങിലെ ഡോർസ് ആണ്. സെക്കൻഡ് ഫിഗർ ഈസ് ദി ജനറൽ ലേ ഔട്ട് ഓഫ് വാട്ടർ സപ്ലൈ അറേഞ്ച്മെന്റ് ഫോർ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിന്റെ കേസിലുള്ള വാട്ടർ സപ്ലൈ അറേഞ്ച്മെന്റിന്റെ ജനറൽ ലേ ഔട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. WM വാട്ടർ മെയിൻ ആണ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഫ്ലോർസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ റൈസർ പൈപ്സ് ആവശ്യമാണ്. R1 R2 R3 ആണ് റൈസർ പൈപ്സ്. M കാണിച്ചിട്ടുള്ളത് വാട്ടർ മീറ്റർ ആണ്. അതുപോലെ 3 നിലകളുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന്. ഓവർ ഹെഡ് ടാങ്ക്സ് കൊടുത്തിട്ടുണ്ട്, OH1 OH2 OH3. D1 D2 D3 ഓരോ ഫ്ലോറിലോട്ടുമുള്ള ഡിസ്ട്രിബ്യൂഷൻ പൈപ്സ് ആണ്. P1 P2 P3 പമ്പുകളാണ്. ഓരോ ഫ്ലോറിലോട്ടും നമുക്ക് വെള്ളം പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് 3 പമ്പ്സ് കൊടുത്തിട്ടുള്ളത്. കണക്ഷൻസ് ഫ്രം വാട്ടർ മെയിൻ ടു ബിൽഡിംഗ്. വാട്ടർ മെയിനിൽ നിന്ന് ബിൽഡിങ്ങിലോട്ടുള്ള വാട്ടർ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലോട്ടുള്ള വാട്ടർ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ടർ മെയിനിൽ നിന്നുള്ള സർവീസ് പൈപ്പ് വഴിയാണ്. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കൂ, സർവീസ് പൈപ്പ് കാണാൻ കഴിയും. 1 എന്ന് കാണിച്ചിട്ടുള്ളത് സ്ട്രീറ്റ് മെയിൻ ആണ്, 2 എന്ന് കാണിച്ചിട്ടുള്ളത് ഫെറിയൂൾ ആണ്. സോ സ്ട്രീറ്റ് മെയിനിൽ നിന്ന് പോകുന്ന ആ പൈപ്പാണ് നമ്മുടെ സർവീസ് പൈപ്പ്. ഫെറിയൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾഡ് സ്ലീവ് ആണ്. ഗൺ മെറ്റൽ കൊണ്ടോ ബ്രാസ് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് സ്ലീവ് ആണ് നമ്മുടെ ഫെറിയൂള്. 1-2 പോർഷൻസിന് ശേഷം 3 എന്നുള്ള പോർഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിനെ ഗൂസ് നെക്ക് ഓർ എക്സ്പാൻഷൻ ലൂപ്പ് എന്നാണ് പറയുന്നത്. It is provided to avoid stresses and strains on the joint due to variation of temperature and vibrations. ടെമ്പറേച്ചർ വേരിയേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ പലതരം വൈബ്രേഷൻസ് കൊണ്ട് ജോയിന്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനുമെല്ലാം റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗൂസ് നെക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ലൂപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 4 എന്നുള്ള പോർഷനാണ് സ്റ്റോപ്പ് കോക്ക്. സ്റ്റോപ്പ് കോക്ക് ഒരു കൺട്രോൾ വാൾവാണ്. 5 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് വാട്ടർ മീറ്റർ. A water meter housed in a small chamber is also provided for the measurement of consumption of water. ഒരു ഹൗസിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടാകുന്ന വാട്ടർ കൺസപ്ഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വാട്ടർ മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ദീസ് ഓൾ ആർ ദി വാട്ടർ സപ്ലൈ അറേഞ്ച്മെന്റ്സ് ഇൻ എ ബിൽഡിംഗ്.